ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിഹിതം വേറെ ഒന്നും പറയാനില്ല മക്കളെ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ അവിഹിത ബന്ധം തന്നെയാണല്ലോ കൂടുതലായിട്ട് വരുന്നത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണിപ്പോൾ മാർക്കറ്റ് എന്ന് എനിക്ക് തോന്നുന്നേട്ടാ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു അവിഹിതവും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നവും. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ അവിഹിതങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നത്, അല്ലാതപ്പോഴൊന്നും പൊതുജനങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഒരു കഥയാണ് 2023 മാർച്ച് 24 ബാംഗ്ലൂരിനെ പിടിച്ചു കുലുക്കിയ ഒരു അവിഹിതത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കുമാർ എന്ന് പറയുന്ന ഒരു തള്ളുവണ്ടിക്കാരനുണ്ട്. അയാൾ എന്ന് പറയുന്ന ഈ തള്ളുവണ്ടിയിൽ KR പുരം മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ എടുത്ത് പച്ചക്കറികൾ എടുത്തിട്ട് ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് കസ്റ്റമർ ഉണ്ടാകും. അങ്ങനെ രാവിലെ 3 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണിയാകുമ്പോഴാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. വളരെ സന്തോഷകരമായിട്ട് പോകുന്ന കുമാറിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം, കൃത്യമായി പറഞ്ഞ് 2023 മാർച്ച് 24 ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ഇദ്ദേഹം വന്നിട്ടൊന്നും മയങ്ങലാണ് 3 മണിക്ക്. അപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നത്. ഇദ്ദേഹം എല്ലാം അങ്ങനെ പോയി നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നാണ് കേൾക്കുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ വണ്ടീൻ്റെ അടിയിൽ ഒരു ചാക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഒരു തൊട്ടിൽ പോലെ. ആ ചാക്കിൽ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കിടത്തിയിട്ട് ആരോ പോയിരിക്കുകയാണ്. ആ കുട്ടിയാണ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പെട്ടെന്ന് തന്നെ കുട്ടീനെ വാരിയെടുത്തു, ചുറ്റുമൊക്കെ നോക്കി. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് വിവരം പറഞ്ഞു. ഭാര്യയും മക്കളും എല്ലാവരും വന്നു. പിന്നെ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തെ സംശയമൊന്നുമില്ല. ഏതായാലും ഭാര്യ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് നോക്കാൻ കഴിയില്ലല്ലോ, നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അങ്ങനെ അവിടെയുള്ള കൗൺസിലറെയും എല്ലാവരെയും കൂട്ടി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അതുപോലെ കുട്ടിയെയും അവിടെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ അപ്പോൾ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ അനാഥ മന്ദിരമുണ്ട്, അവിടത്തേക്ക് ഈ കുട്ടിയെ റെഫർ ചെയ്യുന്നു, അങ്ങോട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോലീസുകാർ അന്വേഷണമൊക്കെ ആരംഭിച്ചു. ആരാണ് പ്രസവിച്ചത്, എന്തിനാണ് ഉപേക്ഷിച്ചത് എന്നൊക്കെ അന്വേഷണമാണല്ലോ. ഏതായാലും അതിലൊന്നും വലിയ തുമ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ കടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ, ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സ്ത്രീയുടെ മൃതശരീരം ഇങ്ങനെ കത്തിയെരിയുന്നതായിട്ടുള്ളൊരു വിവരം കിട്ടുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള പോലീസുകാരും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാവരും പോയിട്ട് ആ കത്തുന്ന മൃതദേഹത്തിൽ വെള്ളമൊഴിക്കുകയും അതിനുശേഷം ആ മൃതദേഹം വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു 21 വയസ്സും 25 വയസ്സിനും ഉള്ളിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ്. അതുമാത്രവുമല്ല, ഈ സ്ത്രീ ഒന്ന് പ്രസവിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരെ ആരും ബലാത്സംഗം ചെയ്തതൊന്നുമല്ല എന്നുള്ള ഒരു ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ തന്നെ FIR-ഉം ഇതൊക്കെ അവർ തയ്യാറാക്കി എന്നുള്ളതാണ്. ഏതായാലും സ്ത്രീയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു, ഇതുപോലെ ഒരു സ്ത്രീയുടെ ബോഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ മറ്റൊരു സ്ഥലത്ത് ഒരു കംപ്ലൈൻറ്റ് വരികയാണ്. തൻ്റെ 21 വയസ്സുള്ള റുക്സാന എന്ന് പറയുന്ന മകളെ ഒരു 5-8 ദിവസമായിട്ട് ഒരു വിവരവുമില്ല, മൊബൈൽ സ്വിച്ച് ഓഫാണ്, അവൾ എവിടെയാണ് എന്താണ് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു 3-4 ദിവസം മുമ്പ് കത്തിയെരിയപ്പെട്ട ആ ഒരു കുട്ടിയുടെ അമ്മയാണിത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നു. പോലീസുകാർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത്, എൻ്റെ മകൾ റുക്സാന, അവൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ്, മൈസൂർ യൂണിവേഴ്സിറ്റി എന്നാണ് ഡിഗ്രി കഴിഞ്ഞത്. അതിനുശേഷമാണ് ബാംഗ്ലൂരിൽ ഒരു ജോലി കിട്ടിയിട്ട് വന്നത്. ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം, ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. ലീവ് കിട്ടുമ്പോഴാണ് ഇവൾ നാട്ടിലേക്ക് വരുന്നത്. വളരെ നല്ല കുട്ടിയാണ്, അവൾക്ക് പ്രേമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏതായാലും അമ്മയ്ക്ക് ഈ പാതി കത്തിയ മൃതശരീരം കാണിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, അതെ ഇത് എൻ്റെ മകൾ തന്നെയാണെന്ന് പറഞ്ഞ് ആ അമ്മ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുകയാണ്. കാരണം വേറെ ആരുമില്ല എനിക്ക്, ഭർത്താവിൻ്റെ മരണശേഷം ഞാൻ ഇവൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ ഒരുപാട് കരഞ്ഞു. ഇപ്പോഴാണ് ആ അമ്മ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത് എന്ന് അമ്മ കരച്ചിലിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. മകൾക്ക് ജോലി കിട്ടിയതിന് ശേഷം നല്ലൊരു കമ്പനിയിൽ ജോലിയായിരുന്നു മകൾക്ക്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയാണല്ലോ. ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഈ റുക്സാനയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോഴാണ് ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൊബൈലിൽ നിന്ന് തുടർച്ചയായിട്ട് കോളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇവർക്ക്, അതായത് ഈ റുക്സാനയുടെ മൊബൈലിൽ എന്ന് പോലീസിന് മനസ്സിലാകുന്നു. പ്രദീപിനെ അന്വേഷിച്ച് പോകുമ്പോൾ പ്രദീപിൻ്റെ വീടിരിക്കുന്നത് കടൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെയാണ്. അതായത് മൃതശരീരം കത്തിച്ച അവിടെ നിന്നും ഒരു 4-5 കിലോമീറ്റർ പോയാൽ പ്രദീപിൻ്റെ വീടായി. പ്രദീപിൻ്റെ വീട്ടിൽ പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ പ്രദീപിൻ്റെ ഭാര്യയുണ്ട്, അതുപോലെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെ പറഞ്ഞു പ്രദീപ്
ആദ്യം മൈസൂരിലായിരുന്നു ജോലി ചെയ്തത്. പക്ഷേ ഇപ്പോഴും ബാംഗ്ലൂരിലൊരു കമ്പനിയിലേക്ക് മാറ്റം കിട്ടിയിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് വരാറ് എന്ന് ഭാര്യ പറയുകയും ചെയ്തു. ഏതായാലും ബാംഗ്ലൂരിലെത്തിയ പോലീസ് പ്രദീപിനെ അറസ്റ്റ് ചെയ്യുന്നു. പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ആദ്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നീട് പോലീസിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടല്ലോ, 2 കൊടുക്കുകയെല്ലാം ചെയ്യും അവർ ആവശ്യം വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ പ്രദീപ് പറഞ്ഞു, എൻ്റെ സാറേ എല്ലാം ചെയ്തത് ഞാനാണ്, എല്ലാം പറയാമെന്ന് പറയുകയാണ്. അതായത് ഈ റുക്സാന ഈ മൈസൂരിൽ പഠിക്കുന്ന സമയം ഇയാൾ അവിടെ അടുത്തുള്ളൊരു കമ്പനിയിൽ ജോലിയായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും താമസിച്ചത് അടുത്തടുത്ത റൂമുകളിലാണ്. അങ്ങനെ ആ റൂമിൽ നിന്നും തുടങ്ങിയ ഒരു പരിചയമാണ് പിന്നീട് റുക്സാനയ്ക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടുന്നു. ഇയാളും അവിടെ ബാംഗ്ലൂരിലേക്ക് വന്ന് മറ്റൊരു ജോലിയിലേക്ക് കയറുകയാണ്. അപ്പോഴും ഇയാൾക്ക് ഫാമിലി ഉണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ ഒന്നും റുക്സാനയോട് പറയുന്നില്ല. അങ്ങനെ ഇവർ 2 പേരും നല്ല രീതിയിൽ, പ്രദീപും റുക്സാനയും കൂടി നല്ല രീതിയിൽ അടുത്തു. അവരെന്നും പിന്നെ പുറത്തൊക്കെ പോകും, ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി എവിടെയൊക്കെ ടൂറൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ പ്രദീപ് ഒരു ദിവസം പറഞ്ഞു, ഇനി നമുക്ക് കല്യാണമൊന്നും കഴിക്കാൻ കഴിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലിവിങ് ടുഗദറായിട്ട് ഇവിടെ ജീവിക്കാം. എപ്പോഴാണ് നമുക്ക് പിരിയേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങ് പിരിഞ്ഞു പോവുകയും ചെയ്യാം. പക്ഷേ പരസ്പരം കല്യാണമൊന്നും കഴിക്കില്ല എന്നുള്ള ഒരു കരാറിൻ്റെ പുറത്ത് 2 പേരും ചേർന്ന് ഒരു വീട്ടിൽ താമസം ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ കുറേ നാൾ പോയി. അപ്പോഴാണ് എങ്ങനെയോ ഈ കുട്ടി ഗർഭിണിയായിപ്പോയി. അതായത് ഈ റുക്സാന ഗർഭിണിയായി. ഈ ഗർഭം തിരിച്ചറിയാൻ തന്നെ 3-4 മാസമായി. അപ്പോൾ ഇത് അബോർട്ട് ചെയ്ത് കളയാനും കഴിയാതെ അങ്ങനെ ഈ ഗർഭം എന്ത് ചെയ്യും എന്നറിയാതെ ഇവർ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുമാർ പറഞ്ഞു, ഒരിക്കലും എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, കാരണം എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് എന്ന്. അപ്പോഴാണ് കുമാർ ഈ റുക്സാനയോട് പറയുന്നത്. റുക്സാന ശരിക്കും ഞെട്ടിപ്പോയി. റുക്സാന വിചാരിച്ചത് ഇനി ഭാര്യയും മക്കളൊന്നും ഇല്ലാത്ത ഒരുത്തനല്ലേ, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം എന്നാണ് റുക്സാന വിചാരിച്ചത്. പക്ഷേ ഇയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ റുക്സാന ശരിക്കും തകർന്നുപോയി എന്നുള്ളതാണ്. ഏതായാലും ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, ഒരു തരത്തിലും ഈ കുട്ടിയെ കളയാൻ കഴിയില്ല എന്ന് പറയുകയും അങ്ങനെ ഇവർ പ്രസവിക്കുകയും ചെയ്തു. ആരും അറിയാതെ, അമ്മയോട് പോലും പറയാതെ. പലപ്പോഴും വീട്ടിൽ നിന്നും അമ്മ വിളിക്കുമ്പോൾ 9 മാസമായി എന്നിട്ടും വീട്ടിലേക്ക് പോകുന്നില്ല. അമ്മ വിളിക്കുമ്പോൾ പറയും, അമ്മേ ഇവിടെ ജോലി കൂടുതലാണ്, വരാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നൊരു പരിപാടിയായിരുന്നു. അങ്ങനെ പിന്നെ കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും 2 പേരും അവിടെ താമസിച്ചു. പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ഈ റുക്സാനയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഒരുങ്ങി നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാറിൽ റുക്സാനയെയും കുട്ടിയെയും അതുപോലെ ഇയാളും കൂടിയിട്ട് നേരെ പോവുകയാണ്. കടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ നടുക്ക് വണ്ടി നിർത്തിയതിന് ശേഷം ഇയാൾ റുക്സാനയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ വിട്ടു പോകാൻ കഴിയുമോ? റുക്സാന പറഞ്ഞു, ഒരിക്കലും കഴിയില്ല, കാരണം ഞാനിനി എവിടെ വിട്ടു പോകാനാണ്, ഇനി അവളെ ഒഴിവാക്കിയിട്ട് എന്നെ കല്യാണം കഴിക്കൂ എന്ന് പറയുകയാണ്. അതായത് ആദ്യത്തെ ഭാര്യയെയും മക്കളെയും ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കൂ എന്നാണ് റുക്സാന പറയുന്നത്. അത് അദ്ദേഹത്തിന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. കാരണം അയാളൊരു വലിയൊരു കള്ളനാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഭാര്യനെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് പക്ഷേ അവരെ ഒഴിവാക്കാനും കഴിയില്ല. ഏതായാലും റുക്സാനയോട് പറഞ്ഞ് നീ ഒഴിവാകുക എന്ന് പറയുകയും അവിടെയുള്ള ഒരു ഷാൾ എടുത്തിട്ട് റുക്സാനേൻ്റെ കഴുത്തിൽ മുറുക്കിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു. അങ്ങനെ കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പെട്രോൾ അവിടെ കാറിലുണ്ടായിരുന്നു, അതെടുത്ത് കൊണ്ടുവരികയും അവിടെ ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തീ കൊടുത്തപ്പോൾ ഇത് ആളി പടർന്നപ്പോൾ അങ്ങുന്നിങ്ങുന്നൊക്കെ ആൾക്കാരൊക്കെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ പേടിച്ചു പോയി. ഇയാൾ പെട്ടെന്ന് തന്നെ ഇത് കത്തി എരിയുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് കാർ കൊടുത്തിട്ട് ഇയാൾ സ്ഥലം വിട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ നാട്ടുകാർ കണ്ട് അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് കുറച്ച് പാതി വന്ന ഒരു ശരീരവും അവിടെ കിട്ടിയത് എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇനി കുട്ടിയെ എങ്ങനെ ഉപേക്ഷിക്കും. അതിനുശേഷമാണ് KR പുരം വഴി ഇങ്ങനെ വരുമ്പോഴേ ഒരു ഉന്തുവണ്ടിയിൽ ഒരു തൊട്ടിൽ പോലെ ആക്കി വെച്ചിട്ട് കണ്ടത്. അതിൻ്റെ അകത്താണ് ഈ കുട്ടിയെ കിടത്തിയിട്ട് ഇദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം റിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ, അതായത് ഈ അവിഹിത ബന്ധങ്ങളിൽ, ഈ ലിവിങ് ടുഗദറിൽ മിക്കവാറും പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഇത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്മത്തൊട്ടിലും അതുപോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ തന്നെയാണ്. കാരണം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇവരൊരിക്കലും കുട്ടികളെ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീമുകളെ എൻ്റെ അഭിപ്രായത്തിൽ
അഭിപ്രായത്തിന് എന്ന് പറയുന്നത് ഈ ഒരിക്കലും ശരിയാവില്ല ഇങ്ങനെയുള്ള ടീമുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കൊച്ചു കുട്ടികളാണ് അനാഥരാകുന്നത് എന്നുള്ളതാണ്. അവരുടെ ജീവിതം പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ വളരെ ദുരിതത്തിലാണ്. ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കൊണ്ട്, ഈ ലിവിങ് ടുഗദറുകാരെ കൊണ്ടുള്ള ഒരു ശല്യമാണിത്. അപ്പോൾ ഇതാണ് പറയുന്നത്, എല്ലാവരും നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിച്ച് ഒരു പങ്കാളിനെ മാത്രം തിരഞ്ഞെടുത്ത് ജീവിക്കുക. നിങ്ങൾ എന്ത് പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ ദുരന്തങ്ങളിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, നമ്മളെ കൂടെ കൂടിക്കോ, ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.